ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ ഒരു 7:30 സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെടികളൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ രാവിലെയാണല്ലോ ഏറ്റവും നല്ല സമയം ചെടിയൊക്കെ നനച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചെടിയെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരാനായിട്ട് രാവിലെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയുള്ള അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞു. അത് വെളുപ്പിന് തന്നെ കഴിയും കേട്ടോ. 4:30 ആകുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഏൽക്കും. അപ്പോൾ ഒരു 6:30 6:45 കൂടി അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിയും. പിന്നെയാണ് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അടുക്കള ജോലിയിൽ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ വന്നിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും പിന്നെ ആ ചെടികൾക്ക് അതിനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് അന്നത്തെ ദിവസത്തെ ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടമ്മയായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാര്യമാണിത്. നമുക്ക് എല്ലാവരുടെയും മുറ്റത്തൂടെ കുറച്ച് പൂച്ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകാനും നല്ലതാണ്. നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് ആ ചെടികളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയും അതിന് വളം ഇടുക, അങ്ങനെ ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാനും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാകുന്നവരാണോ ഈ വീഡിയോ ഒക്കെ കാണുന്നത്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് താഴെ ഞാൻ ആ തോടിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് കയറിപ്പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ അടുപ്പിച്ച് കുറേ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുറ്റത്തിൻ്റെ സൈഡിൽ അവിടെ പുറകുവശത്തായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ ഈ തോട്ടിൻ്റെ പക്കത്തായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ അതിൽ കണ്ട പുല്ലൊക്കെ പറിച്ചും കൂടെ കളയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറ്റൊരു ദിവസം ഇതിൻ്റെ കൂട്ടത്തിൽ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസത്തേക്കാകാമെന്ന് കരുതി. കണ്ട മത്തന അങ്ങനെ പടർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കായ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പിടിച്ച് നോക്കിയത്. പെട്ടെന്ന് കായ്ച്ച് വന്ന് കുത്തി കളയാറുണ്ട്. മത്തങ്ങ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇലയൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുത്താലും ചിലപ്പോൾ കിട്ടാറില്ല. പിന്നെ ഞാൻ മുകളിലേക്ക് കയറി പോന്നു, മുറ്റത്തേക്ക് കയറി പോന്നു. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഓസൊക്കെ ഇട്ട് നനയ്ക്കുന്ന സമയത്ത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറേശ്ശെ വെള്ളം പോയിട്ടുണ്ട്. വെള്ളമല്ല, മണ്ണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഓർക്കണു അതിനെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം എന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നതിന് ചുവട്ടിലൊക്കെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ കുറച്ച് കരിയിലയും മണ്ണൊക്കെ കൂടെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ മിക്ക ചെടിച്ചട്ടിയുടെ അടിയിൽക്കൂടെയൊക്കെ ഞാൻ കരിയിലയൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ കമ്പോസ്റ്റാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തിടും. അല്ലാത്ത സമയത്ത് കരിയിലയൊക്കെ ഉള്ള സമയത്താണ് ചട്ടി നിറയ്ക്കുന്നതെങ്കിൽ അടിയിൽ കരിയില ഇട്ടിട്ടാണ് നിറയ്ക്കാറ്. ഞാൻ കരിയില ഇട്ട് നിറയ്ക്കണ അങ്ങനെയുള്ള വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. പൂന്തോട്ടത്തിലെ ചെടികൾക്ക് നൽകുന്ന വളങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നക്ഷത്ര ചെടിയാണ്. അത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് അതിൽ നല്ല ചുമന്ന കളറ് നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത്രയും പൂവുണ്ടാകുന്നില്ല. നഴ്സറിക്കാർ ഇത് എന്ത് വളമാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും അത്ര നഴ്സറി നിൽക്കുന്ന അത്രയും നല്ല ശോഭയോട് കൂടിയുള്ള ആ ഒരു ഇതില്ല, ഭംഗിയില്ല പൂവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണെന്ന് നമുക്കറിയില്ല. അതിലും നല്ലതാണ് നമ്മൾ സാധാരണ കൊണ്ടുവച്ചേക്കുന്ന ചൈനീസ് ബോൾസത്തിലൊക്കെ നിറയെ പൂവുണ്ടായിരിക്കുന്നത്. അത് നമ്മൾ വെറുതെ അതിൻ്റെ ഒരു തണ്ട് നട്ടിട്ട് ആദ്യം ഒരു തണ്ടയിൽ നിന്നാണ് നമ്മൾ അത്രയും ഈ കാണുന്ന ചൈനീസ് ബോൾസ് എല്ലാം നമ്മൾ നട്ട് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളൊക്കെ തന്നെയാണ് ഇടാറുള്ളൂ. പിന്നെ ഞാൻ ചെയ്യാൻ പോയത് മുറ്റം അടിച്ചപ്പോൾ ഈ ഗാർഡൻ്റെ സൈഡ് നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ
അതിച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ചെടികളൊക്കെ നട്ട് വെച്ചതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മോളിൽ നിന്നുള്ള കരിയില, തേക്കിൻ്റെ ഇലയൊക്കെ വന്ന് വീഴുന്നതൊക്കെ കൈകൊണ്ട് പെറുക്കി കളയണം. പിന്നെ ഞാൻ ആ സമയത്ത് കണ്ട അതിൽ പുല്ല് മുളച്ച് നിന്നതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് മുറ്റം തൂത്ത് പോവുകയാണേ. പിന്നെ മെറ്റിൽ കിടക്കുന്നത് കൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടിച്ചു പോകാനായിട്ട്. ഇപ്പോൾ പകുതിക്ക് കൊണ്ടുവന്ന് ഞാൻ കൂട്ടിയിട്ട് അവിടെ ഇട്ടത് വാരി കളയുവാണേ. അങ്ങേയറ്റം വരെ ഇപ്പോൾ തൂത്ത് പോയിട്ടില്ല. പിന്നെ എന്താ, അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ ആ സൈഡിൽ കണ്ടതങ്ങ് തീർത്ത് പോവാട്ടോ. അപ്പോൾ ഞാനൊരു ചൈനീസ് ബോൾസത്തിൻ്റെ തണ്ടൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിൽമ കവർ ഞാൻ എടുത്ത് വയ്ക്കും. എന്നിട്ട് അതിനകത്താണ് ഇങ്ങനെ ചെടികളിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു കവറെടുത്തിട്ട് പെട്ടെന്ന് മണ്ണ് നിറച്ച് ആ ഒടിഞ്ഞു പോയ തണ്ട് കുത്തി വയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒരു തണ്ട് മതി കേട്ടോ നമുക്ക് ഒത്തിരി ചെടികൾ. ഇതെല്ലാം ഞാൻ മിൽമ കവറിൽ പാകി കിളിപ്പിച്ച് നടാറായി നിൽക്കുന്ന ചെടികളാണ് എല്ലാം തന്നെ. അപ്പോൾ അതിന് ഇച്ചിരി സ്ഥലം കണ്ടെത്തണം. വെയിലേറ് കുറച്ചായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടോ ഈ സൈഡിലെല്ലാം ചെടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്ഥലം കണ്ടുപിടിക്കണം ചെടികളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും. പിന്നെ ഞാൻ ബാക്കി മുറ്റം കൂടെ അടിക്കുകയാണ്. അപ്പം മെറ്റിലൊക്കെ മുറ്റടിക്കുന്നതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അത് ഞാൻ പുറകോട്ട് തട്ടിയിട്ടിട്ട് കരിയില മാത്രം അടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.